സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അശനിപാതങ്ങളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന കേരയിൽ പദ്ധതി പോലുള്ള സമഗ്രമായ പദ്ധതികൾ UDF സർക്കാർ ഉപേക്ഷിക്കുന്നു. അതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പല പദ്ധതികളെക്കുറിച്ചും അന്വേഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ സൈനികർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് സമഗ്രമായ പോലീസ് അന്വേഷണം നടക്കുന്നു. ADGP MR അജിത് കുമാർ വരെ പ്രതിസന്ധിയിലാവുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാവുന്ന ജയിലിലാവുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ഇവിടെ മറ്റ് നിർണായകമായ ചില നീക്കങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതിലേറ്റവും നിർണായകമായത് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായത് എന്ന് പറയാവുന്നൊരു കേസ് മുൻ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും CMRL കമ്പനിയിലേക്ക് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാക്കാതെ CMRL നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ളൊരു കേസുണ്ടായിരുന്നു. ഈ കേസിനെ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം നടന്നു വരുമ്പോഴായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി ആ കേസിലേക്ക് വരുന്നത്. CMRLൻ്റെ തന്നെ ഇൻകം ടാക്സിൽ നൽകിയ ഒരു ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഉത്തരവിലാണ് വീണ വിജയൻ 1,72,00,000 രൂപ കൈപ്പറ്റി എന്നൊരു ആരോപണം അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഒരു കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല CMRL എന്ന കമ്പനിയിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും അടക്കമുള്ള നിരവധി ആളുകൾക്ക് കോഴ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വട്ടെഴുത്ത് അല്ലെങ്കിൽ ചുരുക്കെഴുത്തോടു കൂടിയുള്ള ഡയറിയും പുറത്തു വരുന്നു. അതിൽ OC, RC, PK, PV എന്നൊക്കെ തരത്തിലുള്ള ചുരുക്കെഴുത്തുകൾ ഉണ്ടാകുന്നു. ഇതിൽ പറയുന്ന OC ഉമ്മൻചാണ്ടി, RC രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ പറഞ്ഞു ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട്, അത് പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ക്ലാരിഫിക്കേഷൻ. എന്നാൽ ആ PV ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു വരുന്ന കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിയതും കൂടാതെ CMRL തന്നെ മറ്റൊരു പോഷക കമ്പനിയായ ആ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വേറെ വാങ്ങി എന്ന് പറയുന്ന ഒരു കേസ്. 5 ലക്ഷം രൂപ പ്രതിമാസമാണ് വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്, കൂടാതെ 3 ലക്ഷം രൂപ വേറെയും വന്നിരുന്നു എന്ന് പറയുമ്പോൾ CMRL കൂടാതെ മറ്റു പല കമ്പനിയിൽ നിന്നും അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മകൾക്ക് മാസപ്പടി കൊടുക്കേണ്ടി വന്നിട്ടുള്ള എന്നുള്ള കണക്കുകളെല്ലാം വേറെ വിശദമായ രീതിയിൽ രേഖകൾ പുറത്തു വരുന്നു. എന്നാൽ CMRLൻ്റെ ഈ കണക്ക് പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി EDയുടെ അന്വേഷണത്തെ ചെറുത്തുകൊണ്ട് CMRL ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ED അന്വേഷണം വേണ്ട, സമാനമായ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കുന്നുണ്ട്, മാത്രമല്ല ED ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ദീർഘനേരം ഇരുത്തി അവരെ ബുദ്ധിമുട്ടിക്കുന്നു, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടക്കുന്ന ഈ കേസിൽ ഇനി ഒരു ED അന്വേഷണത്തിൻ്റെ ആവശ്യം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി അത് തള്ളിയിരിക്കുന്നു. ആ ഹർജി തള്ളി EDക്ക് ഇനി മുന്നോട്ട് പോകാം. മുൻ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ താമസിക്കുന്ന ഇടത്തിലേക്ക് EDക്ക് കടന്നു ചെല്ലാവുന്നതോ ചോദ്യം ചെയ്യാവുന്നതോ പോലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. എന്താണ് ഭരണം മാറിയതോടുകൂടി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് കൂനിന്മേൽ കുരുക്ക് പോലെ ഒന്നിനു പുറകെ ഒന്നായി നിയമ നടപടികളടക്കം വന്നു ഭവിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, അവർ മാസപ്പടി വാങ്ങി എന്നുള്ള കുറ്റം തെളിയുകയാണെങ്കിൽ ആ കേസിൽ അവർ അകത്തു പോകും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, CMRL ഡയറിയിൽ കാണിച്ചിരിക്കുന്ന പേരുകാരിൽ PV ഞാനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലും ഒരു തുടരന്വേഷണത്തിന് EDക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തായ്ക്കണ്ടി കുടുംബം ഒന്നടങ്കം അകത്തു പോകുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറിച്ച് കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഴിമതി നടത്തിയവർ അകത്താകണം എന്ന് പറയുന്ന ഒരു മറുപക്ഷവും. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗം കൃത്യമായി
നിരീക്ഷിക്കുന്ന ആളെന്ന രീതിയിൽ എന്താണ് രാജ്മോഹൻ സാറിൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കാരണം പിണറായി വിജയൻ്റെ ആത്മധൈര്യം ലാവലിംഗ് കേസാണ്. ലാവലിംഗ് കേസ് പോലെ സുപ്രീം കോടതി അവധി കൊടുക്കുകകൾ എന്ന് പറഞ്ഞ കേസ് വരെ ഇത്രയും നാളെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെങ്കിൽ പിണറായി വിജയൻ ഈ കേസിലും എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്താൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇ ഡിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരോ അവരുടെ ട്രാക്ക് റെക്കോർഡ് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ കേസിൽ അന്വേഷിച്ചു, അതുപോലത്തെ കേസുകൾ കിടക്കുകയാണ്. ഊരാളുകൾ സൊസൈറ്റി ഇപ്പോൾ അന്വേഷിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഇവർ വന്നിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയായിട്ട് ഇ ഡിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെ കൊണ്ട് ആവശ്യമില്ല അല്ലെ പ്രയോജനമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പുതിയ അന്വേഷണം വരാൻ പോകുന്നത്. വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, കോടതി അതിനെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക, പിണറായി വിജയനെ കൊണ്ട് ആവശ്യമില്ല എന്നുള്ള താങ്കളുടെ കാഴ്ചപ്പാട് തെറ്റാണ്. പിണറായി വിജയനെ കൊണ്ട് ഇനിയും മോഡിക്ക് അത്യാവശ്യങ്ങളുണ്ട്. ഉദാഹരണം, ഞാൻ പിണറായി വിജയന്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചോ ഞാൻ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ എഴുതി കാണിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. കേസ് BJPക്ക് പിണറായി വിജയനെ കൊണ്ടുള്ള രാഷ്ട്രീയ ആവശ്യങ്ങളായിരുന്നു. അത് കുറേ സീറ്റുകൾ കിട്ടുക അല്ലെങ്കിൽ വോട്ട് മുറിച്ച് കിട്ടുക, ഇങ്ങനത്തെ അത് നടന്നോ ഇല്ലയോ ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം VD സതീശൻ ഗവൺമെൻറ്, ബഹുഭൂരിപക്ഷം വന്നിരിക്കുന്ന ഗവൺമെൻറ്, 103 സീറ്റുമായി അധികാരം കൈയാളിയ സതീശൻ്റെ ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കാൻ ഇവർക്ക് ഒത്തിരി CPMൻ്റെ കയ്യിൽ ഒത്തിരി ചെകുവരന്മാരുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങി, വിദ്യാർത്ഥികൾ ഒരു വശത്ത് തുടങ്ങി, അതിനു മുമ്പ് തന്നെ BJPയുടെ വനിതാ യുവമോർച്ച തുടങ്ങി. ചെറിയ ചെറിയ സമരങ്ങൾ സംഘർഷപൂരിതമാകും. ഇത് കണ്ട് ആരാസ്വദിക്കും? ബംഗാളിൽ സംഭവിച്ച അതേ മാറ്റം CPM പതുക്കെ ഇല്ലാതാവും. പക്ഷേ ആ BJP കടന്നു വരും. നിരന്തര സമരങ്ങളിൽ കൂടെയും ബഹളങ്ങളിൽ കൂടെ അന്വേഷണങ്ങളിൽ കൂടെയാണ് ആരെ വെള്ളത്തിലാക്കിയത്? മമതയെ വെള്ളത്തിലാക്കി. അതേ മാർഗം VD സതീശനെതിരായിട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരായി ഇവിടെയും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഉപയോഗിക്കാൻ പോകുന്നത് BJP നേരിട്ടായിരിക്കല്ല രംഗത്ത് വരുന്നത്. CPMലെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ചുടിയോർ വാരിക്കും. അത് കേന്ദ്രത്തിന് ഇടപെടാനുള്ളൊരു അവസരമായിട്ട് മാറ്റും. അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അല്ല, അത് ഒരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ സക്രിയമായ ഇടപെടലുകൾ തീർച്ചയായും ഉണ്ടാകണം. കാരണം കൃത്യമായ രീതിയിൽ സക്രിയമായി ഇടപെടുന്ന ക്രിയാത്മകമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണം കൃത്യമായ രീതിയിൽ സുഗമമായ രീതിയിൽ പോവുകയുള്ളൂ. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്രദമായ രീതിയിൽ ഭരണപക്ഷത്തെ തിരുത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അതിലൊന്നും യാതൊരു സംശയമില്ല. നമ്മൾ മാധ്യമങ്ങളുടെ പങ്കും ഒരു പരിധിവരെ ക്രിയാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ പങ്കാണ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അയാളുടെ മകൾ, അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തി അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ ചില കമ്പനിക്ക് സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മകൾക്ക് മാസപ്പടി കൊടുത്താലേ സാധ്യമാകൂ എന്ന രീതിയിൽ ഏതാണ്ട് 11ഓളം കമ്പനികളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 11ഓളം കമ്പനികളാണ് വീണാ വിജയന് മാസപ്പടി കൊടുത്തതായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിരിക്കുന്നത് CMRL എന്ന കമ്പനിയാണ്. അത് 1,72,00,000 രൂപയാണ് എന്നുള്ളതാണ് ഒരു കണക്ക്. ഈ കണക്ക് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണമല്ല. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേക്കുറിച്ച് ഒരു അന്വേഷണം, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ആ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിവക്ഷിക്കാം. എന്നാൽ ഇത്തരം കേസുകൾ ഞങ്ങൾക്ക് പങ്കില്ല, മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെയാണെങ്കിൽ EDയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിക്കാം. ഇവിടെ CMRL പോലുള്ള ഒരു കമ്പനിയെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തെ തടയിടാൻ വേണ്ടി മുഖ്യമന്ത്രി ഇത്തരത്തിൽ നീക്കം നടത്തിയതും CMRL ഹൈക്കോടതിയിൽ പോയത് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ നേരത്തെ നമുക്ക് മുൻപേ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിലവിൽ ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിലും ഒരു സ്റ്റേ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതാണ്ട് ഈ മാസം അവസാനത്തോടു കൂടിയാണ് അതിൽ തീരുമാനം വരാൻ പോകുന്നത്. കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും EDക്ക് അന്വേഷണം നടത്താൻ സാധിക്കും. വീണാ വിജയൻ തെറ്റുകാരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളുടെയും ഒരു ആവശ്യം തന്നെയാണ്, നമ്മളുടെയും അഭിപ്രായം അത് തന്നെയാണ്. എന്നാൽ പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ
ഈ വിഷയത്തിൽ വീണ വിജയന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ്. അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ അന്വേഷണം വരണം. അവിടെ നേരത്തെ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നൊരു ആശയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എംപിമാർ, കോൺഗ്രസ് എംപിമാർ പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് സഹായകമായത് ഇവിടുത്തെ CPM-ന്റെ ഇടപെടലിലാണെന്ന് ഒരുപക്ഷെ BJP വിശ്വസിക്കുന്നുണ്ടാവും. ഒരു പരിധിവരെ അത് ശരിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി BJP വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്യുകയും ഈ അന്വേഷണം എവിടെയും എത്താതിരിക്കുന്ന സാഹചര്യം, ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മാറ്റിവെക്കപ്പെട്ടിട്ട് ഉണ്ടാകാം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ സാറ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി CPM നിൽക്കുമ്പോൾ CPM-നെ മുൻനിർത്തിക്കൊണ്ട് പോത്തിന് ചാരി എരുമിക്ക് അടിക്കുന്നത് പോലെ CPM-നെ മുന്നിലിട്ടുകൊണ്ട് BJP പിൻസീറ്റ് ഡ്രൈവ് നടത്തി VD സതീശന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി പ്രയത്നിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും ഇവിടെ VD സതീശനെ പോലുള്ള നേതാക്കന്മാർക്ക്, VD സതീശൻ ഓപ്പോസിഷൻ ലീഡർ ആയിരുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാവിരുന്ന സമയത്ത് അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്തുമൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെയും പിണറായി വിജയന്റെ മകൾ എന്ന രീതിയിൽ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷത്തിന്റെ MLA ആയ മാത്യു കുഴൽനാടൻ തന്നെയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് VD സതീശന്റെ അനുഗ്രഹാശിസുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം കേസുകളുമായി നിയമ നടപടികളായി മുന്നോട്ട് പോകും ഞങ്ങൾ എന്ന് അണികളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു സുതാര്യമായ ഇടപെടലുകൾ VD സതീശന്റെയും UDF സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി അത് VD സതീശനും കോൺഗ്രസിനും UDF-നും എല്ലാം തിരിച്ചടി ഉണ്ടാക്കും. അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും BJP-യുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഈ കേസിൽ എന്ത്